അതായത് എനിക്കിതൊരു മടുപ്പായിട്ട് തോന്നുന്നു പൃഥ്വിരാജിന്റെ ലുക്ക്. അതായത് കുറെ പേര് പറഞ്ഞു പടം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ്, ലൈറ്റ് റൂം സ്റ്റുഡിയോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നൊരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോണേ. നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഖലീഫ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ. അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്. നിങ്ങൾ സിനിമ കാണണോ കാണുന്നത് ഞാൻ പറയുന്നില്ല. ഞാനെന്നൊരു കാഴ്ചക്കാരൻ എങ്ങനെയാണോ സിനിമ കണ്ടത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഖലീഫ എന്ന് പറഞ്ഞ സിനിമ കണ്ടു, ഒന്നും പറയില്ല, സൂപ്പർ പടം. ഞാനാണെങ്കിൽ കഥച്ചാല് മാജിക് ഫ്രെയിംസ് എന്നല്ല ലിസ്റ്റിഫിന്റെ തിയേറ്ററിൽ തന്നെ സിനിമ കണ്ടത്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് റിവ്യൂസ് എടുത്ത് നോക്കി പടം എങ്ങനെ ഉണ്ടെന്ന് പറയണ്ട. അപ്പൊ കുറെ നെഗറ്റീവ് ഞാൻ കണ്ടു, സിനിമ കൊള്ളത്തില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സിനിമയിൽ സംഭവം ഉണ്ട്, കാണാനുള്ളതൊക്കെ ഉണ്ട്. അതിൽ ആദ്യം എടുത്ത് പറയുന്നത് പൃഥ്വിരാജിന്റെ ലുക്ക്, സെറ്റ് സാധനം. പുള്ളി ഫസ്റ്റ് ഹാഫിൽ പുള്ളി ഹീറോ ഇല്ലേ മറ്റേ പഴയ പൃഥ്വിരാജിനോട് ആ ഒരു ലുക്കിൽ വന്നിട്ട് ക്ലീൻ ഷേവ്, നമ്മൾ മറ്റേ ആ പോസ്റ്ററിലും പാട്ടിലൊക്കെ കണ്ടുപോലെ പിന്നെ പുള്ളി ആ ഒരു ലുക്കിൽ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പിന്നെ സാധാരണ താടി വെച്ചതും മീശ ഉള്ളതൊക്കെ ലുക്കിലാണ് വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിഡിലെ ഫൈറ്റ്. ഒന്നാമത്തെ കാര്യം പൃഥ്വിരാജ് അത്ര ജൈജാന്റിക് ആയതുകൊണ്ട് പുള്ളി ഇടിക്കുമ്പോൾ ഒരു കിൻഡലടി ഫീലിംഗ് നമുക്ക് തോന്നും. കാരണം നല്ല പവർഫുൾ ആയിട്ടുള്ള പുള്ളി, അത്രയും സൈസ് ഉള്ളതുകൊണ്ട് പവർഫുൾ ഇടി നമുക്ക് ഫീൽ ചെയ്യും. അത് പറന്നിടിയൊന്നുമല്ല, നല്ല ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സെറ്റിൽ ആയിട്ടുള്ള ഫൈറ്റ്, അങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ കഥയുടെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതൽ മലയാള സിനിമ കണ്ടുവരുന്ന പോലെ തന്നെ കടബാധ്യത കാരണം ഒരാള് അവരുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോയി കാശ് ഉണ്ടാക്കി വരുന്നത്. അതിന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സ്മഗ്ലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. പൃഥ്വിരാജ് ആ ഒരു ഫാമിലിപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അറിയാലോ ഈ ഒരു ഇതിന്റെ പാരലലി സ്മഗ്ലിങ് ചെയ്യുന്ന വേറൊരു ആയിരിക്കും ഈ ഒരു പൃഥ്വിരാജിന്റെയൊക്കെ ഇനി ശത്രു എന്ന് പറയുന്നത്. അത് തന്നെയാണ്, കഥ ക്ലീശാണ്, പക്ഷെ അത് എടുത്തു വെച്ചിട്ട് സെറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ ഗൂഗിളിൽ നോക്കിയ 50 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ് വന്നത്. 50 കോടിക്കുള്ള സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ കുറെ സീൻസ് പുറത്താണ് കാണിക്കുന്നത്, മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ, രാജ്യത്തിന് വെളിയിൽ നമ്മൾ കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് എല്ലാ റിച്ച് ഫ്രെയിംസാണ്. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിയാണ് നല്ല ലക്ഷറി വണ്ടികളും ലക്ഷറി ആയിട്ടുള്ള വീടുകളും ഒക്കെ സെറ്റപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ആണ് പിന്നെ നമ്മുടെ നാട്ടിലും കുറെയൊക്കെ കാണിക്കുന്നത്, കുറച്ച് ഭാഗങ്ങളൊക്കെ വെളിയിലും, പിന്നെ കുറെ ഭാഗങ്ങൾ എയർപോർട്ടിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ്. പിന്നെ പടത്തിൽ വരുന്നത് നമ്മുടെ പൃഥ്വിരാജ് നമ്മുടെ നാട്ടിലേക്ക് ഗോൾഡ് കുറെ ബ്രില്യൻ്റ് ആയിട്ട് കടത്തുന്നതൊക്കെയാണ്. ബ്രില്യൻസ്, ചെറിയ രീതിയിലുള്ള ബ്രില്യൻസ് ഒക്കെ ആയിട്ട് കടത്തുന്നത് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് ഇതിന്റെ സ്റ്റോറി. പക്ഷെ എന്നാലും അവർ വേറൊരു രീതിയിൽ നല്ല മാസമായിട്ട് സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫൈറ്റ്. പിന്നെ എനിക്ക് ഇതിന്റെ വില്ലൻ, മറ്റേ നമ്മുടെ കത്തിക്കാത്ത വില്ലൻ, പുള്ളിക്ക് നൈസ് എടുക്കട്ടോ. പിന്നെ പുള്ളി ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ലിപ്സിങ് ചില പോയിന്റിൽ മാത്രം തെറ്റുള്ളൂ. പുള്ളി വേറൊരു ഭാഷ നടനായിട്ട് പോലും മലയാളത്തിൽ പുള്ളി കറക്റ്റ് ലിപ്പ് പിടിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട്. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ 1 2 3 എന്നാണ് അഭിനയിക്കുന്നത്. അപ്പൊ വേറൊരു അന്യഭാഷ നടനാണെങ്കിൽ പുള്ളി അത്യാവശ്യം ലിപ്പ് കറക്റ്റായിട്ട് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെക്കൻഡ് ഹാഫിന്റെ ആ ഭാഗത്തില് സാധാരണ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഒരു പൃഥ്വിരാജിന്റെ ഓപ്പോസിഷൻ നിൽക്കുന്ന വില്ലന്മാർ ടീമിലെ കുറച്ച് ആൾക്കാര് പൃഥ്വിരാജിന്റെ വീട് ആക്രമിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ സാധാരണ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരുന്നു, അവരുടെ അച്ഛനും അമ്മയൊക്കെ കൊല്ലുന്നു, അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ അവിടെ സെക്യൂരിറ്റിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. സെക്യൂരിറ്റി അല്ലെ അവിടെ ചിലപ്പോൾ സെക്യൂരിറ്റി കാണത്തില്ല, അല്ലെങ്കിൽ 1 2 പേര് അടിച്ച് താഴിടും. പക്ഷെ ഇവിടെ ഈ സിനിമയിൽ ആ ഒരു പോയിന്റ്, സെക്യൂരിറ്റിക്ക് എത്ര പ്രാധാന്യമുണ്ട്, അവർ ചുമ്മാതെ വന്നു പോയി നിൽക്കുന്നില്ല. ആ സിനിമയിൽ ആ ഒരു സീനിൽ കാണുന്നത്. കാരണം സെക്യൂരിറ്റി ആയിട്ട് ഒരു 4 5 അന്യഭാഷ ആൾക്കാരെ കാണുന്നുണ്ട്, ബംഗാളികൾ കാണുന്നുണ്ട്. ബംഗാളി ഒന്നും പറയത്തില്ല കേട്ടോ, കിഡിലോട്ടോ അവർ സെറ്റായിട്ട് ചെയ്യുന്നത്. അതൊരു ഫ്രഷ് ആയിട്ട് തോന്നി. കാരണം സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന എല്ലാ സിനിമയിലും ചുമ്മാതെ ഇങ്ങനെ പഴം പിഴിഞ്ഞുകൾ നിൽക്കുന്നു. പക്ഷെ ഇതിനകത്ത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്ന പോലെ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് രഞ്ജി പണിക്കറുണ്ട്, അമ്മയായിട്ട് മറ്റേ പഞ്ചാബി ഹൗസിലെ നായകൻ, പേരെനിക്കറിയത്തില്ല. പിന്നെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, സഞ്ജു ശിവറാമൊക്കെ ഉണ്ട്. സഞ്ജു ശിവറാമ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നെ എനിക്ക് ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറഞ്ഞിട്ട് മ്യൂസിക്, ഈ ജെയ്ക്സ് ബിജോയ് എന്ന് പറഞ്ഞ പുള്ളി ഈ സിനിമയുടെ മൂഡിനനുസരിച്ച് മിക്ക സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ പുള്ളി നമുക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. അത് നമ്മൾ മ്യൂസിക് കേൾക്കുവാന്ന്. ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും ചമ്മഞ്ചാക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവരുത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് കട്ട്സ് വരുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റണം. അതാണ് ഒരു എഡിറ്ററുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്, പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് DOP ചെയ്തിരിക്കുന്നത്, ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജോമോൻറ്റി ജോൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റിച്ച് ഫ്രെയിം. കാരണം പുള്ളിക്ക് ഫ്രെയിം വെച്ചിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് ഫ്രെയിം വെക്കാനുള്ള സംഗതി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 50 കോടി
50 കോടി ബഡ്ജറ്റ് വന്ന പടം, 50 കോടിക്കുള്ളവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല റിച്ച് ആയിട്ടുള്ള കാറുകളും റിച്ച് ആയിട്ടുള്ള വീടുകളും ഫ്രെയിമുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് നമ്മുടെ ഷമീത്തലൻ അത്യാവശ്യം നല്ലതായിട്ട് കുഴപ്പമില്ലാതെ പുള്ളി ഗംഭീര ആക്ടറൊന്നും പറയേണ്ട ആവശ്യമില്ല, പുള്ളി നല്ല ആക്ടർ, പക്ഷെ പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കൽക്കി സിനിമയൊക്കെ വില്ലനുണ്ട്, ഒരു അമർ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല സൈസൊക്കെ ഉള്ള ക്യാഷിനെ പോലെ ഇരിക്കുന്നത് പുള്ളി ഈ പടത്തിലുണ്ട്. പക്ഷെ പുള്ളി നല്ല ബൾക്കി ആയിട്ട് കറക്റ്റ് ഒരു സ്വർണ്ണക്കടത്തിന്റെ ഒരു ആളെ പോലെ, പക്ഷേ ആ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല ബൾക്കി ആയിട്ട് ഭയങ്കര വെളുത്തിട്ട് ഭയങ്കര ഒരു വേറൊരു സെറ്റപ്പില് പുള്ളി ശരിക്കും പുള്ളിയുടെ ബോഡി എനിക്കൊന്ന് പുള്ളി ബോഡി വെച്ചിട്ട് ബൾക്കായി നിന്നു. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യും. പുള്ളിയൊക്കെ ഈ പടത്തിലുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പിന്നെ ചേസിങ് ഈ ഒരു സിനിമയുടെ ഇടയ്ക്ക് ഭാഗങ്ങളിൽ ചേസിങ് പരിപാടിയൊക്കെ ഉണ്ട്. കിടിലൻ ചേസ് കേട്ടോ, നല്ല കിടിലമായിട്ട് അവരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാറുകൾ പോകുന്നത് നമ്മുടെ നാട്ടിലും ഒരു ചേസ് ഉണ്ട്, അവിടെ ഡെസേർട്ടിൽ വെടിരാജ്യത്ത് മിഡിൽ ഈസ്റ്റിൽ ഡെസേർട്ടിൽ ഒരു കാർ ചേസ് കാണിക്കുന്നുണ്ട്. അദ്ദേഹം കാണിക്കുന്നു, അത് നല്ല അത്യാവശ്യം നല്ല റിച്ച് കാറുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ എക്സ്യൂവിയും സഫാരിയൊക്കെ വെച്ച് ചേസ്, അതൊക്കെ നല്ല പടക്കനായിട്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് VFX ഉണ്ടായിരിക്കും എനിക്കറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഇതൊരു VFX ആണ്, നമുക്ക് തോന്നാത്ത രീതിയിൽ അതുപോലെ നല്ല വണ്ടികളൊക്കെ ആണെങ്കിലും മറിയുന്നൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് അവിടെ എടുത്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കുറെ നല്ല ഫൈറ്റുകൾ, നല്ല സീൻസും മാസും സംഭവമായിട്ട് സെറ്റപ്പ് ആയിട്ട് തീരാൻ പോകും. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ്ങിലാണ് മറ്റേ ഞാൻ പറഞ്ഞ സീനുള്ള ക്ലീൻ ഷേവ് ആയിട്ടുള്ള ഒരു ജേക്സ് ചെയ്ത മ്യൂസിക്കിന്റെ സീനുള്ള, അത് പടക്കനായിരുന്നു. അത് തിയേറ്റർ നല്ല കിടിലൻ കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോസ്റ്റ്യൂംസ്, അത് ഞാൻ പറയാൻ പറഞ്ഞത്, പൃഥ്വിരാജ് ഈ ക്ലീൻ ഷേവ് ചെയ്യുമ്പോൾ ഇടുന്ന ഒരു കോസ്റ്റ്യൂം ഉണ്ട്, അത് തല്ലിമലത്ത് ടോവിനെ യൂസ് ചെയ്യുന്ന അതുപോലത്തെ സെയിം പാരലൽ ആയിട്ടുള്ള ഒരു അല്ലെ സിമിലർ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. അത് കിട്ടില്ല വരുന്നുണ്ട്, അതെനിക്ക് ഒന്നുകൂടി ട്രെൻഡിങ് ആകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്കത് തോന്നും പുള്ളി ഇച്ചിരി പ്രായം കുറഞ്ഞ തോന്നും. പിന്നെ അത്ര നല്ല ഫിസിക്ക്, പിന്നെ പുള്ളി അതുപോലത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു ആ ഒരു സംഭവം കിട്ടും. പിന്നെ പൃഥ്വിരാജും നായികമായിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു ക്രിഞ്ച് അല്ലാത്ത രീതിയിൽ പുള്ളിയൊക്കെ ഓൾറെഡി റൊമാൻസ് ഒക്കെ ചെയ്യാൻ അടിപൊളിയാണ്, നമ്മൾ പണ്ട് പോലെ കണ്ടിട്ടുണ്ട്. അത് പുള്ളിയൊക്കെ ഗംഭീര ആക്ടറാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പുള്ളി നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കുറെ നല്ല സീൻസ് ഒക്കെ എടുത്തിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് അറിയാലോ, ഓൾറെഡി ടിപ്പിക്കലി ഈ കഥ ബേസ് കഥയായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കഥയായതുകൊണ്ട് തന്നെ റിവെഞ്ച് ആണ്. റിവെഞ്ചിൽ പൃഥ്വിരാജ് ഇന്ത്യക്ക് പുറത്ത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പൊ അവിടുന്ന് പുള്ളിക്കാരൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുകൾ പൃഥ്വിരാജിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പൃഥ്വിരാജ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടി വരുന്ന അവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ സിനിമ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ആ സമയത്താണ് ഞാൻ പറഞ്ഞ മറ്റേ കാറിന്റെ ഒക്കെ ഫൈറ്റ് ഉള്ളത്, അതൊക്കെ നല്ല കിടിലമായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു VFX ആണെന്ന് തോന്നാം, VFXോ അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നല്ല കിടിലമായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. പിന്നെ ഞാനത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ വന്നത്, ഞാൻ സിനിമ കണ്ടത് കറവച്ചാലിൽ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞ തിയേറ്ററില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ കുറച്ച് റിവ്യൂ എടുത്ത് കണ്ടു നോക്കി ജെന്യൂനായിട്ട്. അപ്പം ഞാൻ ജെന്യൂനായിട്ട് പറയുക, അപ്പൊ ഞാൻ കണ്ടു നോക്കി. അങ്ങനെ കണ്ടു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, കുറെ പേര് പറഞ്ഞു പടം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, കുറച്ച് പേര് നല്ലതെന്ന് പറഞ്ഞു, കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എന്റെ പേഴ്സണൽ ഒപ്പീനിയന് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ലാലേട്ടൻ ഉണ്ടെന്ന് ഓൾറെഡി സ്പോയിൽ ആയിട്ടുള്ള കാര്യം, ലാലേട്ടൻ സിനിമയിലുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ കാര്യം, ട്രെയിലറിനും കാണിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയെ പ്ലേസ് ചെയ്തത് ഒരു മടുപ്പായെന്ന് എനിക്കൊരു തോന്നല്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്, ലാലേട്ടൻ്റെ ഫാൻസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതായത് എനിക്കിതൊരു മടുപ്പായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ അച്ഛനാണ് രഞ്ജി പണിക്കർ, അമ്മ മറ്റേ പഞ്ചവ്യൂസിന്റെ നടി. അപ്പം രഞ്ജി പണിക്കറിന്റെ അച്ഛനാണ് ലാലേട്ടൻ. അത് നമ്മൾ ലാലേട്ടൻ അങ്ങനെ കണ്ട് പുള്ളി അത്രയും ഒരു ഗ്രാൻഡ് ഫാദർ എന്നുള്ള നിലയിലോട്ട് നമുക്ക് നമുക്ക് കാണാൻ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, ഞാൻ അങ്ങനെ അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ എനിക്കതൊരു മടുപ്പായിട്ട് തോന്നി. അത്രയും വലിയതായിട്ട് പോകണ്ടായിരുന്നു. ചിലപ്പോൾ അച്ഛനായിട്ടോ അച്ഛൻ്റെ ചേട്ടനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ആയിട്ട് പോകണ കുഴപ്പമില്ല. അതിനിടെ രഞ്ജി പഠിക്കർ മരിച്ചു പോവുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മടുപ്പായിട്ട് തോന്നിയെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു സ്പോയിലർ ഞാൻ പറയുന്നില്ല, വേറൊരു ആക്ടറും ഉണ്ട്, ഒരു കെമിയോ ആണ്. അത് ലാസ്റ്റ് കുറച്ച് സെക്കൻഡ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടുപോയിട്ടുണ്ട്. പിന്നെ പടം നമുക്ക് ഏകദേശം പ്രെഡിക്റ്റബിൾ ആണ്, കുറെ ബ്രില്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. കുറെയൊക്കെ നമുക്ക് പടം അടുത്തൊന്നും സംഭവിക്കും, ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തൊരു ബാറ്ററിയുടെ സീൻസ് ഒക്കെ ഉണ്ട് ഫോണിനകത്ത് പോകുന്നത്, അതൊക്കെ നമുക്ക് ആ ലാസ്റ്റ് ടൈമിൽ നമുക്ക് മനസ്സിലാവും അത് ബാറ്ററി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അത് അവിടെ ഗോൾഡ് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ പടം. പക്ഷെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നല്ല കിടിലം, നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ല കിടിലം ഫൈറ്റുകളും അല്ലെങ്കിൽ കുറെ നല്ല സീൻസും മാസും പൃഥ്വിരാജിന്റെ അഭിനയവും ലുക്കും ഒക്കെ കൂടി ഒരു മാസ് പാക്കേജ് പടം തന്നെയാണ്. ഇമോഷണലി അത്യാവശ്യം നല്ല കണക്ട് ആയിട്ടുണ്ട്. സാധാരണ ഇങ്ങനത്തെ പടങ്ങളിൽ ഇമോഷൻ വർക്കാവത്തില്ല,
എല്ലാവരും അങ്ങോട്ട് എന്തിനോ വേണ്ടി കൊല്ലുന്ന പോലെയൊക്കെ ആയിപ്പോൾ. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇമോഷനൊക്കെ വർക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ നോക്കി കാണാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റും. ചില ആൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് നോക്കി പടം കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റോടെ ഞാൻ ഉറപ്പായിട്ടും തിരുത്തി തരാം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നമുക്ക് റീച്ച് ഇല്ലാതെ പോകില്ല. അപ്പം നമ്മൾ ഇതുപോലെ പോയി വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സപ്പോർട്ട് മസ്റ്റ് ആയിട്ട് വേണം. അപ്പം ഓക്കെ.